ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊന്ന് ഗുരുവായൂരിൽ പോയാലോ? കുറേ ദിവസമായി ഗുരുവായൂർ പോകണം വിചാരിക്കുകയാണ്, പക്ഷേ പറ്റണില്ല. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്, നമുക്കൊന്ന് ഗുരുവായൂർ പോയിട്ട് വരാം. കാലത്ത് 5 മണിക്ക് തന്നെ എണീച്ച് കുളിച്ച് റെഡിയായി ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരും കൊണ്ടാണ് ഗുരുവായൂർക്ക് പോകുന്നത്. KSRTC ബസ്സിലാണ് പോണത്. പുലർച്ചെ 6:10 ബസ്. പഴയന്നൂരിൽ നിന്ന് ഡയറക്റ്റ് ഗുരുവായൂർക്ക് ബസ്സുണ്ട്. അപ്പോൾ ബസ്സിൽ കയറി കറക്റ്റ് ഒരു 8:45 നമ്മൾ ഗുരുവായൂർ എത്തിയതും ജസ്റ്റ് ഫുഡ് കഴിച്ച് കയറാമെന്ന് വിചാരിച്ചു. കാരണം പറഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഒന്നാമത് സൺഡേ തന്നെയല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറി. പിന്നെ അമ്പലത്തിൽ പോകുകയാണെങ്കിൽ മസാല ദോശ മസ്റ്റാണല്ലോ. അപ്പോൾ അതുപോലെ മസാല ദോശയാണ് കഴിച്ചത്. വട എന്തോ ഞാൻ കഴിക്കണം വിചാരിച്ചു, പക്ഷേ പറയാൻ മറന്നു. അപ്പോൾ മസാല ദോശയും ചായയൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. മസാല ദോശയും ചായയൊക്കെ കഴിച്ച് ഞങ്ങളിതാ അവിടെ നിന്ന് പതുക്കെ തിരിച്ചു. പുറത്ത് കുറച്ച് കാഴ്ചകളും പിന്നെ അവിടെ കുറേ കൃഷ്ണൻ്റെ രൂപങ്ങളും വിൽക്കാൻ വെച്ചിട്ടുണ്ട്, അവരെ കണ്ടു. പിന്നെ സാധാരണ അമ്പലത്തിൽ ഇപ്പോൾ മുല്ലപ്പ് മസ്റ്റാണല്ലോ, അപ്പോൾ പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ ഞങ്ങൾ ഗുരുവായൂരേക്ക് വെച്ച് പിടിച്ചു. അത്യാവശ്യം നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ. കാരണം സൺഡേ ആണ് ഒന്നാമത്. പിന്നെ മല സീസൺ ആയതുകൊണ്ട്, മല സീസണല്ല, മകരവിളക്ക് കഴിഞ്ഞു, എന്നാൽ പോലും ഭക്തന്മാരുണ്ടായിരുന്നു. പിന്നെ നിറയെ ഫാമിലീസ് ഉണ്ടായിരുന്നു. കലോത്സവം നടക്കായതുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് ഡയറക്റ്റ് ഗുരുവായൂർക്ക് വന്ന കുറേ പേരുണ്ടായിരുന്നു ചെയ്തു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ കല്യാണം കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കല്യാണത്തിന് മുഹൂർത്തമില്ലത് കൊണ്ടാണ് തോന്നുന്നു കല്യാണമൊന്നും കാണാൻ പറ്റിയില്ല. ഏകദേശം ഒരു 9:30 ആ സമയത്ത് ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മണി കഴിഞ്ഞു ഞങ്ങൾ തൊഴുത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. തൊഴുത് നേരെ ഇറങ്ങിയതും ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങി. പിന്നെ പ്രസാദം വാങ്ങിച്ചു, വെണ്ണയും അതുപോലെ തന്നെ പഞ്ചസാരയും പഴം കൂടി. അത്യാവശ്യം നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെയും ഭയങ്കരമായിട്ട് കഴിക്കണം തോന്നി. ജസ്റ്റ് അവിടെ ഒന്ന് പിന്നെയും പ്രസാദമൊക്കെ വാങ്ങിച്ച്, പാൽപ്പായസം ഉണ്ടാകുന്ന പാൽപ്പായസം വാങ്ങിച്ച് ഒന്നും കൂടിയും കണ്ണനെയൊക്കെ തൊഴുത് അപ്പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട്. സത്യം പറഞ്ഞാൽ എത്ര കണ്ടാലും നമുക്ക് പിന്നെയും പോകണമെന്ന് കണ്ണനെ കാണണം തോന്നുന്നൊരു സ്ഥലമാണ് ഗുരുവായൂർ. നമുക്കിനി ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷവും റിലാക്സും സ്ട്രെസ് ഫ്രീ ഉള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലങ്ങളിലും കൂടിയാണ് ഗുരുവായൂർ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ചു.